എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. വായനാദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം ഡോക്ടർ M.R. രാഘവ വാര്യർ. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം സലീം കുമാർ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം KG ശങ്കരപ്പിള്ള. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര്? ഉത്തരം EP രാജഗോപാൽ. 2026 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. ഓസ്കാർ ചരിത്രത്തിലാദ്യമായി മികച്ച ഛായാഗ്രഹണത്തിന് പുരസ്കാരം നേടിയ ആദ്യ വനിത? ഉത്തരം ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ. മികച്ച നടനുള്ള ഓസ്കാർ നേടിയ താരം? ഉത്തരം മൈക്കൽ B. ജോർദാൻ. മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത്? ഉത്തരം ജെസ്സി ബക്ലി. 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം തിരുവിഴ ജയശങ്കർ. 2026 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ്? ഉത്തരം വൈക്കം രാമചന്ദ്രൻ. 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത്? ഉത്തരം R. രാജശ്രീ. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവ്? ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ. 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ഉത്തരം M. മുകുന്ദൻ. 2025 അതായത് 49ാമത് വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം E. സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. നിയോഗം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം രമേശ് ചെന്നിത്തല. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. ആരുടെ വരികൾ? ഉത്തരം വയലാർ രാമവർമ്മ. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്തിട്ടുള്ള മലയാള നോവൽ ഏതാണ്? ഉത്തരം ചെമ്മീൻ. ഓരോ വിളിയും കാത്ത് എന്ന കൃതി എഴുതിയത്? ഉത്തരം UK കുമാരൻ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് പുഷ്പവേലിൽ ഔസേപ്പ്?
ഉത്തരം രണ്ടിടങ്ങഴി. ഇക്കോളജിക്കൽ ജേണീസ് ദി സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ എന്ന കൃതി എഴുതിയതാരാണ്? ഉത്തരം മാധവ് ഗാഡ്ഗിൽ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം JC ഡാനിയേൽ. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേത്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. PC കുട്ടിക്കൃഷ്ണൻ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉറൂബ്. പാതിരാവും പകൽ വെളിച്ചവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത്? ഉത്തരം വീണപൂവ്. മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഏത്? ഉത്തരം കണ്ടംബെച്ചക്കോട്ട്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത്? ഉത്തരം മാധവിക്കുട്ടി. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? ഉത്തരം സനാതന ധർമ്മം. കേരള ഗ്രന്ഥശാലാ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം VV അയ്യപ്പൻ. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഉത്തരം OV വിജയൻ. മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആര്? ഉത്തരം കുമാരനാശാൻ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ രചയിതാവ്? ഉത്തരം M മുകുന്ദൻ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയതാരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്.
മഞ്ഞ് എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം എം ടി വാസുദേവൻ നായർ.